നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വെൽക്കം ടു മാലൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് തേങ്ങ വന്നിട്ട് എങ്ങനെ മിക്സിയും വേണ്ട ചിരവിയില്ലാതെ ചിരകിയെടുക്കാമെന്നാണ്. ഇത് ഗ്രൈൻഡറില്ലേ, നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അൾട്രയുടെ ഗ്രൈൻഡറാണത്. അപ്പോൾ ഇത് ഗ്രൈൻഡറിൽ അടിച്ചിടുന്നതല്ല സംഭവം. ഇതാണ് സാധനം. ഫസ്റ്റ് നോക്കാം. അൾട്രയുടെ വെറ്റ് ഗ്രൈൻഡർ എന്ന് പറയും ഐറ്റം. ഇതിപ്പോൾ വേറെ ബ്രാൻഡും ഉണ്ടാവും, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ അപ്പത്തിനൊക്കെ അരയ്ക്കാവുന്ന അതിൻ്റെ കല്ലും സാധനങ്ങളും അതിൻ്റെ ബൗളും ഒക്കെയാണ്. അപ്പോൾ അതങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഗ്രൈൻഡർ എന്തായാലും നമുക്ക് ദോശയ്ക്കും ഉണ്ടാക്കാൻ ഉണ്ടാവുമല്ലോ, മിക്സിയിലെക്കാട്ടും നല്ല സോഫ്റ്റ് അതിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് മാറ്റി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു പ്ലേറ്റാണ്. ഇത് നമ്മൾ ഈ ഗ്രൈൻഡർ മേടിച്ചപ്പോൾ തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ബ്രാൻഡ് എടുത്ത് കാണിക്കണം, അതുകൊണ്ടാണ്. ഇത് എല്ലാ കടകളിലും കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതങ്ങോട്ട് അമർത്തി വയ്ക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഇതാണ് തേങ്ങ ചിരകുന്ന സാധനം. ഇനി വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് പവറിലാണല്ലോ വർക്ക് ചെയ്യുക, നല്ലവണ്ണം ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണേ. പിന്നെ ആദ്യത്തെ ഒരു തേങ്ങ ചിരകി എക്സ്പീരിയൻസ് ആയ ശേഷം മാത്രമേ നമുക്ക് കുറച്ച് ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഒന്ന് ടേൺ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവില്ല. കണ്ടോ, ഇങ്ങനെ ഒന്ന് കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. വെറുതെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് മൂവ് ചെയ്യില്ല. ഒന്ന് കൈ കൊണ്ട് നോക്കുക. വേണ്ട, ഇതിങ്ങനെ അങ്ങ് ചിരക. വെറുതെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോൾ പ്രായമായവർക്കൊക്കെ ചെയ്യാം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പ്രായമായവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റൊക്കെ ഉള്ളൂ. ആദ്യത്തെ 2 തേങ്ങ ചിരക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ചിരകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചിരകിയെടുക്കാൻ പറ്റും. പക്ഷേ ചിരവിയിരുന്ന് കൈ വേദനയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് വെറുതെ ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുത്തിട്ട് വളരെ ഫാസ്റ്റിൽ തന്നെ തേങ്ങ ചിരകിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഗ്രൈൻഡർ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ അത് കൂടി മേടിക്കുക. കണ്ടോ, എത്ര ഈസി ആയിട്ട് ചെയ്യും. നമ്മളെല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. എല്ലാ സൈഡും വരുമ്പോൾ നോക്കുക, ആ സൈഡ് ഭാഗം പിടിക്കുക, ഏത് ഭാഗമാണോ വേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് കൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്താൽ മതി. ജസ്റ്റ് അത്ര ഫാസ്റ്റായിട്ടൊന്നും അല്ല തിരിയുന്നത് കേട്ടോ, വളരെ സ്ലോ ആണ്. വളരെ സ്ലോയിലാണ് തിരിയുന്നത്. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോക്കനട്ട് സ്ക്രാപ്പറാണത്. നമുക്ക് കണ്ടോ, ഏത് ഭാഗം വേണോ ആ ഭാഗം വെച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. കയ്യിൽ തട്ടാണ്ട് ആദ്യം സൂക്ഷിക്കുക. 2 തേങ്ങ ചിരകുമ്പോൾ ശരിയാവും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കണ്ടോ, അപ്പം നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. അതിനുശേഷം നമ്മളതൊന്നും എടുത്ത ശേഷം നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് താഴെയൊന്നും പോവില്ല കേട്ടോ തേങ്ങ. എന്നിട്ട് നമുക്ക് ആ ബ്ലേഡ് അങ്ങോട്ട് പൊക്കി വലിച്ചെടുക്കുക. കൈ തട്ടരുത്, നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഉണ്ടാവും 2-3 മിനിറ്റൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മളത് അങ്ങോട്ട് ഇതായിട്ടൊരു കവറിലോ പ്ലേറ്റിലോ എവിടെയൊക്കെ വെച്ച് നമുക്കത് അങ്ങോട്ട് എടുക്കാവുന്ന. കണ്ടോ, ചിന്തോ എവിടെയൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈസി അല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പം കണ്ടോ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വേഗം വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാലൂസ് ടൈലറിംഗ് ക്ലാസ് ഇൻ ഷാർജ. അപ്പോൾ കമൻസിനായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.